നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. രാജ്യത്ത് സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം സമ്പത്ത് കുറച്ചാളുകൾ കുമിഞ്ഞുകൂടുന്നത് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയ്ക്ക് ഗുരുതര വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാവപ്പെട്ടവരുടെ എണ്ണം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സമ്പത്ത് ചില സമ്പന്നരുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചുകൂടാ, ഗഡ്കരി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വികസനം അളക്കേണ്ടത് GDP സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലെന്നും രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഗ്രാമീണ സമൂഹങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്നുമാണ് ഗഡ്കരി പറയുന്നത്. നിർമ്മാണ മേഖല 22-24%, സേവന മേഖല 52-54% എന്നിങ്ങനെ GDPയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചും മന്ത്രി പരാമർശിച്ചു. അതേസമയം ഗ്രാമീണ ജനസംഖ്യയിൽ 65-70% പേർ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ആ മേഖല GDPയിലേക്ക് സംഭാവന ചെയ്യുന്നത് 12% മാത്രമാണെന്നും ഗഡ്കരി പറഞ്ഞു. റോഡ് നിർമ്മാണത്തിന് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫോം സംവിധാനം ആവിഷ്കരിച്ചത് താനാണെന്നും ഗഡ്കരി പറഞ്ഞു. റോഡ് വികസനത്തിന് ഫണ്ട് അപര്യാപ്തമല്ല. ചിലപ്പോൾ താനും പറയാറുണ്ട്, എനിക്ക് ഫണ്ടിന്റെ കുറവില്ല, ജോലിയുടെ കുറവേ ഉള്ളൂ എന്ന് ഗഡ്കരി പറഞ്ഞു. നിലവിൽ ടോൾ ബൂത്തുകളിൽ 55,000 കോടി രൂപയാണ് ലഭിക്കുന്നത്. അടുത്ത 2 കൊല്ലം കൊണ്ട് ആ വരുമാനം 140 ലക്ഷം കോടിയിലെത്തും. അടുത്ത 15 കൊല്ലം കൂടി പണം ഈടാക്കുമ്പോൾ 12 ലക്ഷം കോടിയാകും. പുതിയ ടോളുകൾ ഖജനാവിലേക്ക് കൂടുതൽ പണം എത്തിക്കുമെന്നും ഗഡ്കരി പറയുന്നു. ഗഡ്കരിയുടെ ഈ നിലപാടിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.